ജൂലൈ 19 വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് വിദ്യാർത്ഥികൾ ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസിൻ്റെയും SS ക്ലബിൻ്റെ ചാർജ് വഹിക്കുന്ന ഗീത ടീച്ചറിൻ്റെയും നേതൃത്വത്തിൽ സ്കൂളിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം 3 കിലോമീറ്റർ മാത്രം ദൂരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പിപ്പ കമ്പനി സന്ദർശിക്കാൻ എത്തിയത്. ഇവരെ സ്വീകരിക്കാൻ അവിടെ സന്നിഹിതനായിരുന്ന പിപ്പ കമ്പനിയുടെ ജനറൽ മാനേജർ ശ്രീ തഫ്സീൽ ഖാൻ കുട്ടികളുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകി. ഇത് നമ്മുടെ MD ഉണ്ടല്ലോ, MDയുടെ ഒരു സ്വന്തമാണ്. പുള്ളിക്കാരൻ ഒരു ഓസ്ട്രേലിയക്കാരൻ. അവിടെ അവരുടെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞെടുത്ത പേരാണ് പിപ്പ എന്ന് പറയുന്നത്. ഒരു ഓസ്ട്രേലിയൻ ഫ്രണ്ട് പ്രൊജക്റ്റ് ചെയ്തതാണ് പിപ്പ എന്ന് പറയുന്ന ബ്രാൻഡ്. ഇതൊരു പ്ലേസാണ്. നമ്മളിപ്പോൾ ഒരു എടുത്തില്ല, ഒരു പിന്നെ പിപ്പ എന്ന് പറഞ്ഞ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിപ്പ ഇതൊരു പ്ലേസാണ്. നീരുറവ എന്ന് പറയും ആ സ്ഥലത്തിന്, അങ്ങനെ അറിയാം. വെള്ളം ഉത്ഭവിക്കുന്ന സ്ഥലം നീരുറവ. കമ്പനി ഇല്ല, അത് പറഞ്ഞ ശരിയില്ല. പിന്നെ അത്യാവശ്യം നമ്മളെ വേണ്ടപ്പെട്ട അടുത്ത ആൾക്കാർക്കാണെങ്കിൽ കൊടുക്കും എന്നുള്ളതല്ലാതെ നോർമലി ഇതെന്ന് പറയുന്നത് പിന്നെ റീറ്റെയിൽ വേണ്ടാണെങ്കിൽ റീറ്റെയിൽ നേരെ കടയിൽ കൊടുക്കും. അല്ല, ഹോൾസെയിൽ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കും. അവരാണ് പിന്നെ കടയിൽ കൊടുക്കുന്നത്. റെയിൻ ഹാർവെസ്റ്റിംഗ് ആ വെള്ളം കാണിച്ചിരുന്നു. അതിലൂടെയാണ് പിന്നെ വെള്ളം ആദ്യം പിന്നെ ശേഖരം അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് കാണിച്ചത്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റുണ്ട്, കൊല്ലമുണ്ട്, ആലപ്പുഴ. കേരളം മുഴുവനൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ്. നമ്മളിവിടെ നിന്ന് ഒരു വെള്ളം കൊണ്ട് പിന്നെ കോഴിക്കോട് വരെ പോകാൻ പറ്റും. കോഴിക്കോട് പോയിട്ടുണ്ട്. പോയ സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് പിന്നീട് പ്രത്യേക ശുചിത്വ സുരക്ഷാ ഉപാധികൾ ധരിച്ചുകൊണ്ടാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാണാൻ എല്ലാവരും ഉള്ളിലേക്ക് പ്രവേശിച്ചത്. ബോട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുന്ന പ്രവർത്തനങ്ങളുടെയും വിവിധ ഘട്ടങ്ങൾ വളരെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും കുട്ടികൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി. ഈ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തത് കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോളറായ ദർശിനി മാഡമായിരുന്നു. നമ്മൾ ഉള്ളിലേക്കും വാശിക്കും പുറത്തേക്കും വാഷ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ വരും. അവർ സ്ക്രീനിങ് ചെയ്യുന്ന ലൈറ്റാണ് ആ വൈറ്റ് കളർ കാണുന്നത്. ഇവിടെ ഒരു വൈറ്റ് കളർ ലൈറ്റ് വെച്ചിട്ടില്ലേ? ആ വൈറ്റ് കളർ ലൈറ്റിൽ കൂടി എത്താനും ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ കണ്ടുപിടിച്ച് ആ ബോട്ടിൽ നമ്മൾ ഇങ്ങനെ പുറത്ത് കളയും. ഇങ്ങനെ ഇവിടെ ഈ ഒരു പെട്ടിയിലേക്ക് വെച്ചിരിക്കുന്ന ബോട്ടിൽസ്. എന്നിട്ട് ബോട്ടിൽ അങ്ങനെ പോകും. ഇതുവരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ബോട്ടിൽ വാഷ്
കൂടാതെ വെള്ളത്തിൻ്റെ ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ലാബിൻ്റെ പ്രവർത്തനങ്ങളും സോഡ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും മാഡം വിശദീകരിച്ചു നൽകി. പൊട്ടാഷ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ കളർ ഇപ്പൊ എന്തായിട്ടുണ്ട്? യെല്ലോ കളർ അല്ലേ, മഞ്ഞ കളർ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് AgNO3 സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ റീഡിങ് നമ്മൾ നോക്കും. അതായത് 42.5 ആണ് ഉള്ളത്. ഓക്കെ, 42.5 ആണ് ഇത് ഇനീഷ്യൽ റീഡിങ്. ഈ ഒരു ഇനീഷ്യൽ റീഡിങ് അവിടെ നിന്ന് തിരിച്ച് സ്കൂളിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു ഇടിഞ്ഞാൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ.